ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു ഏറ്റവും ലോക്കൽ ഏരിയ കൂടെ നടക്കാൻ പോവാണ്. ആക്ച്വലി അത് ഇവിടുത്തെ ഏറ്റവും ഒരു ലോക്കൽ ഏരിയ ടുട്സി ചോക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഞാൻ അറിയാതെ എനിക്കൊരു ലോക്കൽ സ്ഥലത്ത് താമസിക്കണം എന്നായിരുന്നു. ലോക്കൽ ഇൻ ദ സെൻസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ലോക്കൽ സ്ഥലത്ത് താമസിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ കാണിക്കാനായിരുന്നു എൻ്റെ ഡൽഹിയിലെ ഉദ്ദേശം. പക്ഷേ ഇത് ഭയങ്കര ലോക്കൽ ഇൻ ദ സെൻസ് ക്രൗഡഡ്. ലൈക്ക് നമുക്കൊരു ഊബറോ അല്ലെങ്കിൽ ഈവൻ സാധാരണ സൈക്കിൾ റിക്ഷക്കാർ പോലും ഇതിൻ്റെ അകത്തേക്ക് വരില്ല. അത്രയും ലോക്കലാണ്, അത്രയും കൺജസ്റ്റഡ് ആണ് ആൻഡ് അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഇവിടുത്തെ ചില ആൾക്കാർക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെയൊന്നും വരാനൊന്നും താല്പര്യമില്ല. സോ ഇവിടുത്തെ ഒരു ലൈഫായിരിക്കും ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കും. ഭയങ്കര ബഹളമായിരിക്കും. ഞാൻ നോയ്സ് ക്യാൻസലിങ് വരെ എൻ്റെ മൈക്കിൽ ഓണാണ്. സോ ഹോപ്പ്ഫുള്ളി ഈ ഒരു തിരക്കിനിടയിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമേ. സോ പ്ലീസ്, ഒട്ടും എസ്തെറ്റിക് ആയിരിക്കില്ല, അത്യാവശ്യം ഡേർട്ടി ആയിരിക്കും വീഡിയോ. സോ അങ്ങനെയൊക്കെ റെഡി ആയിട്ടിരുന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാൻ ഈ ഹോട്ടലാണ് താമസിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ എനിക്കൊന്ന് ഏറ്റവും നല്ലൊരു ഹോട്ടലാണ്. ഞാൻ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ്. ഹരി പിയാർക്കോ അങ്ങനെ എന്തോ ആണ് ഈ ഹോട്ടലിൻ്റെ പേര്. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കിക്കോ, ഇവിടെ എന്തൊക്കെയായിരിക്കും കാഴ്ചകൾ. ഞാൻ മാപ്പൊന്നും ഇടുന്നില്ല കേട്ടോ, ജസ്റ്റ് വാക്കിംഗ്. അതാണ് ഇന്നത്തെ പരിപാടി. ഇതേ നമ്മളങ്ങനെ വെളിയിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിരിക്കുവാണ്. ഇത് ആക്ച്വലി ഇന്ന് വലിയ കമ്പാരിറ്റീവ്ലി ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് തിരക്ക് കുറവാണ്. ഒരുപാട് നിയോൺ ലൈറ്റ്സും രാത്രി ആകുമ്പോഴാണ് ഈ ഒരു ഏരിയ ലൈവ്ലി ആൻഡ് ഭയങ്കര എന്താ പറയുന്നത് ഒരു തിരക്കുണ്ടാവുന്നത്. രാവിലെ ഒന്നും ഇത്രയും പ്രശ്നമില്ല ഇവിടെ. അകത്ത് ആക്ച്വലി ഇങ്ങനത്തെ ഈ ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഇല്ലേ, ഈ ഓട്ടോ, ഇത് മാത്രമേ കൂടുതൽ വരുവുള്ളൂ. ആദ്യമായിട്ട് ഒരു കാർ, അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയ കാറ് പോകുന്ന കാണുന്നത്, കുറച്ച് പിള്ളേരെ പോകുന്നത്. ബാക്കിയൊക്കെ ഇതുപോലത്തെ വണ്ടികൾ മാത്രമേ ഇവിടെ കൂടെ പോവുള്ളൂ. ഭയങ്കര ബ്ലോക്കായി. അപ്പുറത്തുനിന്നും വണ്ടി വരുന്നു, ഇപ്പുറത്തുനിന്നും വണ്ടി വരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ലെവൽ ബ്ലോക്കായി ഇവിടെ. ഇങ്ങനത്തെ ആലിവേസ് ഒക്കെ ഉണ്ട്. ഞാൻ ഏതെങ്കിലും കുറച്ചും കൂടെ തിരക്ക് പറഞ്ഞ ഒരു ആലിവേസിൽ കൂടെ കയറി പോവാവേ. ഇവിടെ നിന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ കുറേ ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ താമസിക്കുന്നവരും കൂടെ ആണെന്ന് തോന്നുന്നു. ഇസ്രയേലീസും റഷ്യൻസും കുറേ ഉണ്ട് ഇവിടെ. എങ്ങനെ അങ്ങോട്ടൊന്ന് പോവും? എന്താ കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സാണ്. ഇതിപ്പോൾ ഇതുപോലത്തെ വലിയ ഈ പ്രിയയുടെ ടൈപ്പ് മാലകൾ ഇങ്ങനത്തെ കുറേ ഉണ്ട്. അതല്ലാതെ ഡ്രസ്സുകളാണെങ്കിലും എല്ലാം പക്ഷേ ഇതുപോലെ ഒരു ഷോപ്പൊന്നുമല്ല, ഇങ്ങനെ സ്ട്രീറ്റ്സിൽ വിൽക്കുന്ന പരിപാടികളാണ്. പിന്നെ ടാറ്റൂസ്, ഓർഗാനിക് മറ്റേ കുറച്ച് സ്പൈസസ്, അങ്ങനെ പലതും ഉണ്ട്. ഇതുപോലെ രാജസ്ഥാനി ബാഗ്സ്, രാജസ്ഥാനിലും ജയ്പൂരിലൊക്കെ ഇടുന്ന പോലത്തെ ബാഗ്സ്. പിന്നെ ഇതിന് ഇടയിൽ കൂടെ ഒക്കെ വഴിയുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ അല്ലെങ്കിൽ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു മുടി വെട്ടുന്ന സ്ഥലമുണ്ട്. ഇടവഴികളുണ്ട് ഇവിടെ കൂടെ. ഇതുപോലെ ഡ്രസ്സുകളും പിന്നെ ടൈലറിങ് ഷോപ്സ് കുറേ ഉണ്ട്. ഇതിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവർക്ക് ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത് കേട്ടോ. നമുക്ക് നടന്ന് പോയി എടുക്കാം. ഇവിടെ ഹോട്ടല്, ഹെയർ സലൂൺസ്, ഇതങ്ങനെ പോവാം കേട്ടോ. ഇടവഴി കൂടെ കുറച്ച് കടകളൊക്കെ അടച്ചിരിക്കുവാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നേ. ഇവിടെ എത്തിയിട്ട് വേറെ എങ്ങോട്ട് പോവാവോ? തുപ്പി, ഗുഡ്ക കുപ്പി. ഓരോ സ്ഥലത്തിനും ഇടയിൽ കൂടെ പോവാം കേട്ടോ. ഉള്ളിത്തേക്ക് പയ്യെ പോവാം. എവിടെ നിന്നാണ് ഗുഡ്ക തുപ്പി വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ഇവർ നോക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ, ഇങ്ങനെ ഇടനിടം കടകൾ. ഇത് ഞാൻ വിയറ്റ്നാമിൽ നിന്നൊക്കെ ഒരു ഇങ്ങനത്തെ ലെതർ ബാഗ്സ് ഒക്കെ വാങ്ങി, അങ്ങനത്തെ ഒരു ഷോപ്പാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആൾതാമസങ്ങളുണ്ട്. ഗോഡൗൺ മാത്രമല്ല, ഈ കാണുന്ന ബിൽഡിങ്സിൻ്റെ ഒക്കെ മുകളിലൊക്കെ ആൾതാമസവും ഉണ്ട് ആൾക്കാർ. ഇതിവിടെ എത്തി നോക്കട്ടെ. ഇവിടെ ഡ്രൈ ക്ലീനിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോട്ടൽസ്, ഇവിടെയും വരെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. തുണി ഉണക്കായി ഇടുന്ന നോക്കി. ഇവിടെ ഇങ്ങനെയാണ് തുണി ഉണക്കായി ഇടുന്നത്. ഇതൊക്കെ നമ്മൾ സ്പെയിനിലും കണ്ടിട്ടുണ്ട് കേട്ടോ. സ്പെയിനല്ല, സോറി, ഇറ്റലിയിലും ഇങ്ങനത്തെ കുറേ സ്ട്രീറ്റ്സുകളിൽ, എസ്പെഷ്യലി മറ്റേ നെപ്പോളിയിലൊക്കെ ഇങ്ങനെയാണ് തുണി ഉണക്കായി ഇടുന്നത്. 2 ഫ്ലാറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ് കെട്ടി വിടും. ഇത് ഡൽഹി മാത്രമൊന്നും ആയിരിക്കില്ല, കുറേ സ്ഥലങ്ങൾ കാണും. പക്ഷേ പിള്ളേരാണ് ഓടിക്കുന്നത്, ലൈക്ക് ലൈസൻസ് പോലും ഇല്ലാത്ത, കണ്ടറിയാം അങ്ങനത്തെവരായിരിക്കും. കുറേ 2 വീലേഴ്സ് ഭയങ്കര റാഷായി ഓടിച്ചുകൊണ്ട് പോകുന്നത്. മോമോസിൻ്റെ ഒരു ഷോപ്പ്, നോർത്ത് ഈസ്റ്റുകാർ നടത്തുന്ന മോമോസിൻ്റെ ഒരു ഷോപ്പിൻ്റെ അകത്ത് ടെസ്റ്റ്
നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഉണ്ട്. ഇത് ഒരു സിറ്റി ഇൻസൈഡ് സിറ്റിയാണ്, പക്ഷെ വേറെ ടൈപ്പ് ഒരു സിറ്റി ലോകമാണ് ഇവിടെ. ഇവിടെ ഉള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു സെറ്റപ്പും കൾച്ചറൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇത് ഫാൻസി സ്റ്റോർ. ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാം, ഭയങ്കര ദാഹം ഇവിടെ കൂടെ നടന്നിട്ട്. ഈ ജ്യൂസ് ഇവിടെ കുറേ ഉണ്ട്, ഇതുപോലെ ക്യാരറ്റ്, ഓറഞ്ച്, ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട്. പക്ഷെ നമുക്കൊരു കരിമ്പിൻ ജ്യൂസും സെറ്റ് ചെയ്യാം. ഇതിൽ ജിഞ്ചർ ഇല്ല, ലെമണും പിന്നെ മിൻറ്റും കുറച്ച് ഇവരുടെ ഉപ്പും ഇടുവേ, കാല നമുക്ക് പോലത്തെ. ഓക്കെ, ഇവിടെ ഓപ്പണായി വെക്കുന്ന കുറേ ഫുഡുണ്ട്. എങ്ങനെ ഭയങ്കര പൊടിയാ, ഒരു കോമൺ സെൻസിൽ എങ്ങനെ കുടിക്കും. ഇപ്പം ഇതൊക്കെ പിന്നെ ഓക്കെ, ഹോപ്പ്ഫുള്ളി ഒന്നും പറ്റില്ല. പക്ഷേ ഊബറായിട്ടുള്ള ഫുഡ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പിട്ട് വാട്ടർ ഇത് തൊട്ട് എവിടെയെങ്കിലും പോയി നമ്മൾ കരിമ്പും ജ്യൂസ് കുടിക്കുമ്പോൾ ഇവരുടെ കാല നമുക്ക് ഇടണം, നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ഗ്ലാസ്സിന് 40 രൂപ. ചെറിയ സായിബാബയുടെ അമ്പലമുണ്ട്, ഞാൻ അവിടെ കയറി ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പോയി. എൻ്റെ ഗ്രാൻഡ് ഫാദറും ഭയങ്കര ഈ സായിബാബ ഭക്തനായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കയറി. നല്ല ക്ലീനാണ് ആ സ്വാമി. അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഞാൻ ചെണ്ടയൊക്കെ കൊട്ടാൻ പഠിപ്പിക്കാം എന്നൊക്കെ കാണിച്ചു. നമ്മളെന്തായാലും കണ്ടിന്യൂ ആണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തെ എക്സ്പ്ലോറേഷൻ. നമുക്ക് വാങ്ങാൻ പറ്റിയ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും ടീഷർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാമെന്ന് വിചാരിച്ചാണ്. കുറേ സൂട്ട് കടകളുണ്ട്, ഈ സൂട്ട്സും അത് കാൽവിൻ ക്ലീൻ്റെ, ബാലൻസിയാഗയുടെ ഒക്കെ സാധനങ്ങൾ ഇവിടെ കൊള്ളാമല്ലോ. ഇവിടെ കുറച്ചേരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടേ നടക്കാൻ പറ്റില്ല, അത്രയധികം വണ്ടികളാണ് ഈ നാരോ സ്ഥലത്തൂടെ വരുന്നത്. ഇടയിൽ റെസ്റ്റോറൻറ്റ്സ് നോക്ക്, ഇന്ത്യൻ, ചൈനീസ്, ഇറ്റാലിയൻ, ഇസ്രേലി, പിസ്സേറിയ, ബാർബക്യൂ, ഇതിൻ്റെയൊക്കെ ഒരു നടുക്കാണ്. അതിനൊന്നും ഒരു കുറവുമില്ല. ഇതുപോലെ കണ്ട ഒരുപാട് സ്ട്രീറ്റ് സൈഡ് വെൻഡേഴ്സ് ഉണ്ട്. ഈ ഫ്രാങ്കി റോൾസ് ഒക്കെ ഉണ്ടാക്കുന്ന റോൾസ് കുറേ ഉണ്ട്, പിസ്സാസ് കുറേ ഉണ്ട് ഈ സ്ട്രീറ്റ് സൈഡിൽ വിൽക്കുന്ന. ബ്ലോക്കായി, അടുത്ത ബ്ലോക്കായി. ഇത് ഇങ്ങനത്തെ കുറച്ച് ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പ്രിയക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഡ്രസ്സാണ്, പക്ഷേ ക്വാളിറ്റി അത്രയൊന്നുമില്ല. എന്നാൽ റേറ്റും അത്രയൊക്കെ ഉള്ളൂ, എങ്കിൽ ഒന്ന് 100-200 രൂപയൊക്കെ ഉള്ളൂ. ഇന്ത്യൻ വെയർ മാത്രമല്ല. അപ്പോൾ ഫോർട്ട് കൊച്ചി ടൈപ്പ് പാൻസ് ഉണ്ടല്ലോ, അത് നല്ല കംഫർട്ടബിൾ. ആക്ച്വലി ഒരെണ്ണം എടുക്കാം, ഈ തായ്ലൻഡൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഒരെണ്ണം ഇടാമല്ലോ. ഇപ്പൊക്കെ നല്ല യൂണീക്ക് ടൈപ്പ് ചെരുപ്പുണ്ട്. ഇതുപോലത്തെ മ്യൂൾസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ട്രെൻഡ് ചെയ്യാൻ നോക്ക്, ലേഡീസിൻ്റെ ചെരുപ്പുകൾ. ആണുങ്ങളുടെ ആണെങ്കിലും ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു ഇടവഴി എടുക്കാവേ. ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കട്ടെ. എങ്ങനെ ഇവിടെ ഓരോ കട കണ്ടുപിടിച്ച് വരുന്നതെന്ന്. ഇവിടെയൊക്കെ കച്ചവടം കാണുമല്ലോ ഓബ്വിയസ്ലി. അത് എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ച് വരുന്നതെന്നാ. ഇങ്ങനത്തെ വർക്കത് ഈ ബൈക്കിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കും ചിലർ. അവരൊക്കെ ഈ ടൗട്ട്സ് പോലെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്നവരാ. അവരാണ് ഈ ക്യാമറ കാണുമ്പോൾ പ്രശ്നം. ഒക്കെ ഇടയിൽ പച്ചക്കറിയുണ്ട്, ഒരു ഏരിയ ഉണ്ട് കേട്ടോ, അവിടെ ഫുൾ മീറ്റ്സ് വെക്കുന്നതാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല രാത്രി. ഈ സൈഡ് ലൈൻസിലാണ് ആക്ച്വലി കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റപ്പുകൾ. ഓരോ ലൈനിനും ഓരോ തീമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മൊബൈൽസും കണ്ട, മൊബൈൽസ്, ഗ്ലാസസ് ഒക്കെ വെക്കുന്ന കടകളായിരിക്കും. ഒരു വെജിറ്റബിൾ മാർക്കറ്റ്. ഈ തലവേദന എടുക്കുന്നു ഹോണടി കേട്ട്. ഇവിടെ അത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ കട ഉള്ളതല്ലോ. ഇതേ പാല് എനിക്കൊന്ന് കുറേ കൃഷിക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അത് ഇവിടെ ഇതുപോലെ ലിറ്റർ കണക്കിന് വിൽക്കും. ഇവിടുത്തെ പാല്, ഡയറി, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുടിക്കുന്നത്. ഈ എടറോട്ടിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികളുടെയൊക്കെ കാണിച്ചു തരാം. അതെ, ഇതുപോലെ റെയ്മണ്ട്സിൻ്റെ ഹോൾസെയിലേഴ്സ്, അതുപോലെ കുറച്ച് ഈ ടാപ്സ് ഒക്കെ ഇല്ലേ, സെറ, അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഹോൾസെയിലേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു മറ്റേ 7-Eleven പോലത്തെ ഒരു ഷോപ്പ് 24 hours ഓപ്പൺ ആണ്. ഗ്രോസറി, ഐസ്ക്രീം, കഫേ, സ്വീറ്റ്സ്, ബേക്കറി. ഇത് കൊള്ളാമല്ലോ. ഈ ഏരിയ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ദേ ഹാവ് സം എക്സ്പെൻസീവ് മോഡേൺ സ്റ്റഫ്, അതല്ലാതെ വളരെ ലോക്കലായിട്ടുള്ള കോഎക്സിസ്റ്റിംഗ് ആണ്. രണ്ടും കൂടെ ഉള്ള കോഎക്സിസ്റ്റിംഗ്. അതുപോലെ തന്നെ ഇതുപോലെ 2 ഷോപ്പിൻ്റെ ഒക്കെ ഇടയിൽ ഒരു മസ്ജിദ് കാണും. മസ്ജിദിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലവും കാണും. അപ്പോൾ നമ്മൾ കേരളത്തിൽ അതൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ. അങ്ങോട്ട് കൂടുന്നോറും തിരക്കും കൂടി കുറേ ഷേഡി ആയിട്ടാ. ബാറ്, മസാജ് വിളിക്കാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഇത് എന്തായാലും ഒരു റഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇവിടുത്തെ ഒരു ഏറ്റവും. എനിക്കത് കണ്ട ഫുൾ ബാറാണ് ഇതുപോലത്തെ. ഏറ്റവും ലോക്കൽ ബാസും ലോക്കൽ ഡേഞ്ചറസ് ഏരിയ ആയിരിക്കും. ഇവിടെയൊക്കെ ഈ അടുത്തൊക്കെ ഇടയ്ക്ക് കണ്ട് റെയ്ഡ് നടന്നു എന്നൊക്കെ ന്യൂസിൽ കണ്ടായിരുന്നേ, ഇന്നലെയും കണ്ട്. അപ്പോൾ ഇനി നമുക്ക്
ഇവിടുത്തെ അല്ലാതെ ഇവിടുത്തെ ഒരു പോഷ് ഏരിയയും കൂടെ പോയി നോക്കാം. വ്യത്യാസം നോക്കാം രണ്ട് ഏരിയയുടെയും കൂടെ ആയിട്ടുള്ളത്. രാത്രി ആയാലും ഇതുപോലെ ചിക്കനും ലൈവ് ഫ്രഷ് ചിക്കനും മട്ടനും ഒക്കെ വെക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ബേക്കറി അല്ല, പക്ഷേ ഇവിടെ നിൽക്കാൻ വയ്യ, ഭയങ്കര മൂത്രമാണ്. സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ പറയാറില്ലേ നിങ്ങളോട് മറ്റേ മണമുള്ള ക്യാമറ വേണമെന്ന്, ഇതല്ല. ഇപ്പോഴാണ് ശരിക്കും മണമുള്ള ക്യാമറ വേണ്ടത്. ഈ ഏരിയയുടെ മണം നിങ്ങൾക്ക് കിട്ടിയുണ്ടല്ലോ തീർന്ന ഈ മീനിൻ്റെ ഒന്നും മണം ഇവിടെ കിട്ടുന്നില്ല. മീനിൻ്റെ ചിക്കൻ്റെ കംപ്ലീറ്റ് യൂറിൻ്റെ മണം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ കാണിക്കട്ടെ. ഈ ഷട്ടർ ഇല്ലേ, ഈ ഷട്ടർ ആക്ച്വലി കടയെ കൊണ്ടുപോകണമല്ല, അകത്തെ ആൾക്കാർ റെൻറ്റിനെടുത്ത് കുക്കിംഗ് ചെയ്ത് താമസിക്കുന്നുണ്ട്. ഇതുപോലെ കണ്ടോ? അതേ പറഞ്ഞാൽ ഇവിടെ ഒന്നും നമ്മൾ അധികം വീഡിയോ എടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ചെറിയത് ഓരോ ഷട്ടർ സ്പേസ് ആയിട്ട്, പക്ഷേ എല്ലാം വീടുകളല്ല, അല്ല എല്ലാം കടകളല്ല. ഇതുപോലെ ആൾക്കാരിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട് ഒരു ഷട്ടറിൻ്റെ അകത്ത്. ഇന്ന് ലൈറ്റില്ല. ഇവിടുത്തെ ഗാർബേജ് ഡംപിങ് ഏരിയ ഇവിടെ നിന്നാണ് വന്ന് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ നടക്കുമ്പോഴുള്ള സ്മെല്ലിങ്ങൊക്കെ ഒന്ന് ഊഹിക്കാമല്ലോ. ഞാൻ ലൈറ്റ് ഒന്ന് ഇട്ട് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതുപോലെ ഒരു വലിയൊരു ഒരു കാലി റൂമാണ്, ഓപ്പൺ റൂം. ഇവിടെ ഇങ്ങനെ ഗാർബേജ് ഡംപ് ചെയ്യും. അതും ഇതിൻ്റെ നടുക്ക്, മാർക്കറ്റിൻ്റെ നടുക്ക്. അപ്പോൾ ഇതിപ്പം ഇങ്ങനത്തെ ഒരു ഡൽഹി നിങ്ങളെ കുറച്ച് റഫായി ഒന്ന് കാണിച്ചല്ലോ. ഇങ്ങനത്തെ ഡൽഹി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൽഹി കേട്ടോ, ബാക്കി ബീഹാർ യു പി ഒക്കെ നമുക്കറിയാം, പക്ഷേ ഇങ്ങനെ ഒരു ഡൽഹി ഉണ്ടെന്ന് കാണിക്കാം. എന്തായാലും ഇനി ഇവിടുത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പറയും ഇത് മാത്രമല്ല ഡൽഹി. അതുകൊണ്ട് ഓബ്വിയസ്ലി ഇപ്പോൾ ഒരു പോഷ് ഏരിയയിലും കൂടെ പോവാം, അവിടത്തെയും കൂടെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാം. ടു സൈഡ്സ് ഓഫ് ഡൽഹി. ഇതൊരു സംഭവമായിരുന്നു കേട്ടോ, ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്നുള്ളത്. അതൊരു ചെറിയൊരു മറ്റേ ഒരു ധാരാവി സ്ലം പോലെ ഒരു ചെറിയ ഏരിയ അല്ല, ഇതൊരു കംപ്ലീറ്റ് ഹ്യൂജ് ഏരിയാസാണ്, പല മാർക്കറ്റ്സായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഏരിയയിൽ നിന്ന് അതേ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത്രയും കഷ്ടപ്പാടും അത്രയും ഒരു കൺജസ്റ്റഡ് ഏരിയയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ നേരെ മെട്രോ. ഇപ്പോൾ കനോട്ട് പ്ലേസ് വരെ ഒന്ന് നടന്നു വന്നു. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഹാഷ്രി റിസോർട്ട് എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പേടിയാണ് ആ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ഒരു നല്ല കബാബ് റോളിൻ്റെ സ്ഥലം കണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഈട്രീസ് ഉണ്ട്. ഇതിനെക്കാട്ടിയൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടെങ്കിലും ഈ ഞാൻ താമസിക്കുന്ന ഏരിയൻ്റെ അടുത്തുള്ള ഒരു നല്ല ഏരിയ ഇതാണ്. ഇവിടെ കുറേ കോഫി ഷോപ്സും കഫേസും സ്ട്രീറ്റൊക്കെ വേറെ ലെവലായി. മൂത്രമണം ഉണ്ടെങ്കിലും അതില്ലാതെ ഡൽഹി ഇല്ലയെന്നാണ് തോന്നുന്നത്. പക്ഷേ സ്ട്രീറ്റ്സിൻ്റെയൊക്കെ ക്ലീനിനെസ്സും കടകളുടെയൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ ഭയങ്കരമായിട്ട് മാറി. നമുക്ക് നോക്ക്, നല്ലൊരു ഹിസ്റ്റോറിക് യൂറോപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഒരു H&M നല്ല ഏരിയ, ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ട് ഓർഗനൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. നല്ല രസമുണ്ട് ഈ ഏരിയ. ഇതൊക്കെ നോക്ക്, എനിക്കൊന്ന് ഇത് വല്ല മോളോ അങ്ങനെ കൊളോണിയേഡ് എന്നൊക്കെ പറഞ്ഞൊരു സോഷ്യൽ കഴിക്കാനുള്ള മോളും കഴിക്കാനുള്ള ഫുഡ് സ്ട്രീറ്റ്സും കുറച്ച് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ താമസിക്കുന്നതിൻ്റെ ഇപ്പോൾ ഞാൻ വന്ന ഏരിയൻ്റെ ഒരു 1.5 കിലോമീറ്റർ ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഏരിയയൊക്കെ. എന്തൊരു സ്റ്റാർക്ക് ഡിഫറൻസാണ്. കാട്ടി കബാബ്, കാട്ടി റോളും കൂടെ കഴിച്ച് ഒരു ഡെസേർട്ടും കൂടെ കഴിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിപ്പിക്കാം. ഇതും അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് ഉള്ള ഒരു ഷോപ്പാണ്. ഫേമസ് ആണ് ഇവിടുത്തെ. ശരിക്കും ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊരു വ്യത്യാസമാണെന്ന് അറിയാം. അവിടെ തലയൊക്കെ വേനിച്ച് തിരക്ക്, ചിലയിടത്ത് പേടി. പക്ഷേ എന്നെ ഇതുവരെ തശുകൂടെ ഒന്നും മോശം അങ്ങനെയൊന്നും പോയില്ല കേട്ടോ. പ്രത്യേകം പറഞ്ഞിട്ട് അതാണ്. എന്തായാലും എനിക്ക് കാട്ടി റോൾസ് ഭയങ്കര ഇഷ്ടം. പണ്ട് കൊച്ചിയിൽ ദാൽ റൊട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ നല്ല ഡബിൾ മട്ടനും ഡബിൾ എഗ്ഗായിട്ടുള്ളൊരു കാട്ടി റോളും ഒരു ഡയറ്റ് കോക്കും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സമാധാനത്തോടെ ഒന്ന് ഇരുന്ന് കഴിക്കണം. അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ടെൻഷൻ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇനി കുറേ ട്രിപ്പും ഒരുപാട് പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കാട്ടി റോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഫേമസ് ആണ് ഇവിടെ, എന്തോ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നിസാംസ് കാട്ടി റോൾ. അതെ, നല്ല കിടിലൻ കാട്ടി റോളിൻ്റെ സൈസ് നോക്ക്, എൻ്റെ മുഖത്തിനൊക്കെ കാട്ടി വലുതാ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ ഇതിൻ്റെ ഈ ഒരു റോട്ടിയില്ലേ, അതിനൊരു ചെറിയ മധുരം കാണും. അതാണ് ഈ കാട്ടി റോൾ ഇത്രയും ടേസ്റ്റ് വരുത്തിക്കുന്നത്. എന്താ മട്ടൺ ഉണ്ടല്ലോ, നമ്മുടെ BDS ഇല്ലേ അതുപോലെ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഹെൽത്തി വേർഷൻ അതൊക്കെയാണ്. ഞാൻ ആ മട്ടൺ മാത്രം എടുത്ത് കാണിക്കാൻ അടിപൊളി കേട്ടോ. ആൻഡ് വലിയ സോസും മയോണീസും ഒന്നും ഇല്ല. ഇതൊന്നൊരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷോർമയുടെ ഒരു 100 times മോർ ഹെൽത്തിയർ വേർഷൻ. കാലറി കാണും, കാരണം മീറ്റും എഗ്ഗും ഒക്കെ ഇല്ലേ, 2 മുട്ട കുറേ മീറ്റൊക്കെ. പക്ഷെ ഹെൽത്തിയർ വേർഷൻ ഓഫ് ഷോർമയാന്ന് പറയാം. റോള് മട്ടൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മട്ടൻ പീസ് കണ്ടോ. ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർലി ഫ്രൈ ചെയ്ത മട്ടൻ പീസ് ഇതിൽ. സൂപ്പർ.
മട്ടൻ ഡൽഹിയിൽ അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഇതിനൊരു ഡെസേർട്ടും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ ചെയ്ത ക്ഷീണം മാറും. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ ചോക്ലേറ്റും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് തലവേനൊക്കെ ഉണ്ട്. അത് എനിക്കത് ഇവിടുത്തെ പൊല്യൂഷൻ്റെ സൗണ്ടൊക്കെയാണ്. അത് മാറാൻ ബെസ്റ്റാണ് നല്ല ഡാർക്ക് ചോക്ലേറ്റ്. അത് ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്രോസൺ കിട്ടും എന്നുള്ളതാണ്. സോ അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഡൽഹിയുടെ ദിവസം അവസാനിപ്പിക്കുന്നതായിരിക്കും. തിരിച്ചിനി ഇവിടുന്ന് വണ്ടി കിട്ടില്ല, നടക്കണം എൻ്റെ ഹോട്ടൽ വരെ. ഇതാണ് ഹാഷറി, ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ഒരു ചോക്ലേറ്റ്സിൻ്റെ ഡിസേർട്ട്സ് മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പ്. ശരിക്കും ഒരു യു കെയിലൊക്കെ പോകുന്ന ഒരു കോസി കഫേ, ചെറിയ ഒരു ഏരിയ ആണ്, ഒരു 5-6 ടേബിളേ ഉള്ളൂ. ആൻഡ് വെരി കോസി കഫേ. ആംബിയൻസ് നോക്കും, ശരിക്കും ഒരു യൂറോപ്യൻ ഫീലിംഗ്. ഇപ്പോഴും ക്രിസ്മസ് തന്നെയാണ് തോന്നുന്നത്. ഇവിടെ ഇരിക്കാം. പക്ഷെ ഇവരുടെ ഇതാണ് ഫ്രോസൺ ഹോട്ട് ചോക്ലേറ്റ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്നറിയോ, അത് മിൽക്ക് ഷേക്ക് പോലെ ആയിപ്പോവും. ഇത് വെള്ളത്തിലിട്ട് അല്ല ഐസ്ക്രീം ഇട്ട് അടിച്ചിട്ടാണ് തരുന്നത്. അത് കാര്യമില്ലല്ലോ, അതൊരു മിൽക്ക് ഷേക്ക് ആയില്ലേ. അത് വേണ്ട, നമുക്ക് വേറെ വല്ലതും ട്രൈ ചെയ്യാം. ഇതിവിടെ കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഡയറി മിൽക്കിന്റെ മെൽറ്റ് ചെയ്തമാണോ നോക്കട്ടെ, തിക്നെസ് ഉണ്ടെന്ന്. ആവുമ്പോ ഇത് പൊളിച്ചു. കറക്റ്റ് സാധനം ഈ തണുത്ത ഡൽഹി വിന്ററിൽ കഴിക്കാനായിട്ട് അടിപൊളി. ഇത് ഇരിക്കുന്തോറും കട്ടിയായിക്കൊണ്ടിരിക്കുവാണ്. കൊതിയായിട്ട് വയ്യ, പക്ഷെ കുറച്ചെങ്കിലും ആറാതെ ഇങ്ങനെ കുടിക്കും. തൽക്കാലിക സ്പൂണിലെടുത്ത് ഊതി ഒന്ന് കുടിക്കാം. വളരെ മധുരം കുറവ്. റിച്ച് ഹിന്റ് ഓഫ് പ്യോർ കൊക്കോ. ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്, വെറുതെ മധുരം വാരി ഇടാതെ. സന്തോഷമായി. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഡൽഹി വന്ന് കഴിച്ച എല്ലാ സംഭവവും വേറെ ലെവലായിരുന്നു കേട്ടോ. ബട്ട് എവറിത്തിങ് ഇസ് ടു റിച്ച്, ഓവർ ദി ടോപ്പാണ്. സാധാരണ നമുക്ക് പെട്ടെന്ന് വന്ന് കഴിച്ച് അങ്ങനെ യൂസ്ഡ് ആവാൻ പറ്റില്ല. എല്ലാം ഭയങ്കര റിച്ച്. അവരുടെ കബാബ്സ് ആണെങ്കിലും ബട്ടറൊക്കെയാണ്, ജിലേബി ബട്ടർ, നെയ്യിൽ കുക്ക് ചെയ്യുന്നു. ഭയങ്കര റിച്ചാണ് എല്ലാം അവരുടെ ഫുഡ്. അങ്ങനെ ദിവസം അവസാനിച്ചിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. ഓപ്പോസിറ്റ് എൻഡ്സ് ആയിരുന്നു. വളരെ ലോക്കലായി തുടങ്ങി, ഏറ്റവും എൻഡ് അല്ല, എന്നാലും നടന്ന് ജസ്റ്റ് ആ ഒരു വേരിയേഷൻ കാണിക്കാൻ 1.5 കിലോമീറ്റർ മാറുമ്പോൾ ഡൽഹിയുടെ ലാൻഡ്സ്കേപ്പ് മാറുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡൽഹി കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ടോയ്ലറ്റ് എത്തി അടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഡൽഹിയുടെ നിങ്ങൾ ലോക്കൽ വ്ളോഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഏരിയ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ പ്ലീസ് ഡു കമന്റ്. എന്തായാലും എനിക്ക് ഡൽഹി ഒരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട ഡൽഹി അല്ല ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത ഡൽഹി. എൻ്റെ മനസ്സിൽ മറ്റേ റോൾസ് റോയ്സും റിച്ച് ആൾക്കാരും ആ ഒരു സിംഗപ്പൂർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ ദിസ് ഇസ് ടോട്ടലി ഓപ്പോസിറ്റ്. അങ്ങനത്തെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളും ഭയങ്കര മെജോറിറ്റി വലിയൊരു സൈസിൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഡൽഹി തോന്നുന്നത്. ആൻഡ് ആൾക്കാർ ഭയങ്കര ഇതാവുമാണ് എനിക്ക് ലൈക്ക് ഒരു അവരുടെ കാര്യം അങ്ങനെയാണെങ്കിൽ, ഈ വണ്ടിക്കാരാണെങ്കിലും അവരുടെ ഡ്രൈവിങ്ങിൽ തന്നെ അത് മനസ്സിലാവും. ബാക്കിയുള്ളവരൊന്ന് നിർത്തുവാണെങ്കിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു കൺസിഡറേഷനും ഇല്ല. സോ ഐ ഡോണ്ട് നോ, ഡൽഹി ഇസ് ജസ്റ്റ് എനിക്ക് പറ്റിയൊരു സിറ്റി അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ബോംബെ ആൻഡ് ഇസ് മച്ച് ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, എനിക്ക് പേഴ്സണലി. അപ്പോൾ എന്തായാലും ഇനി വേറൊരു ബ്ലോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.